ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് സാമ്പിൾ പ്രോഗ്രാമുകൾ, C++ന്റെ ബേസിക് ആയിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാമുകൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് കടക്കാം. സാമ്പിൾ പ്രോഗ്രാമിൽ ഫസ്റ്റ് പ്രോഗ്രാമാണ് ഫൈൻഡ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഒരു C++ പ്രോഗ്രാമാണ്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. ഒരു സർക്കിളിന്റെ ഏരിയ കാണാൻ πr² പെരിമീറ്റർ കാണാൻ 2πr. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു C++ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ സാധാരണ ചെയ്യണ പോലെ include IOStream കൊടുക്കുകയാണ്. IOStreamന്റെ ഉദ്ദേശം ഞാൻ ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിംഗ് ആണ്. അതായത് CIN COUT വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹെഡർ ഫയൽ ഉപയോഗിക്കണം. കൂടാതെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റകൾ നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ CLR SCR എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണം. അതുപോലെ പെട്ടെന്ന് നമ്മൾ റിസൾട്ട് അവിടെ സ്ഥിരമായി കാണണം എന്നുണ്ടെങ്കിൽ getch ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ CLR SCRന്റെയും getchന്റെയും ഹെഡർ ഫയൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. include conio.h എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ഇതിന്റെ താഴെ ആ ഒരു ഹെഡർ ഫയൽ കൂടി ചേർക്കണം. എന്നിട്ട് നമ്മൾ വോയിഡ് മെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിംഗിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ദെൻ ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൈ വാല്യൂ ഉപയോഗിക്കുന്നത് 3.14 ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഇന്റീജർ പറ്റില്ല. പകരം ഫ്ലോട്ട് വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് വാല്യൂവിന് ഞാൻ ആദ്യം PI എന്ന വേരിയബിൾ എടുത്തു. അതിലേക്ക് ഞാൻ 3.14 എന്നുള്ളത് സ്റ്റോർ ചെയ്തു. ദെൻ റേഡിയസ് എന്ന വേറൊരു വേരിയബിളും ഏരിയ പെരിമീറ്റർ എന്ന വേറെ 2-3 വേരിയബിളുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്, എൻ്റർ റേഡിയസ് ഓഫ് എ സർക്കിൾ എന്ന്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ആദ്യം തന്നെ കാണിക്കുന്ന മെസ്സേജ് എൻ്റർ ദി റേഡിയസ് ഓഫ് എ സർക്കിൾ എന്നുള്ളതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാള് റേഡിയസ് എന്താണോ 2 എന്നാണെന്നുണ്ടെങ്കിൽ ആ 2 എന്നുള്ളത് ടൈപ്പ് ചെയ്താൽ എൻ്റർ അടിച്ചാൽ ആ 2 എന്നുള്ളത് ഈ റേഡിയസിൽ സ്റ്റോർ ആവും. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഏരിയ എന്നുള്ളത് PI ഇൻറ്റു 2 എന്ന് പറയും. കാരണം റേഡിയസ് 2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്താണ്. നമുക്കറിയാം ഏരിയന്റെ ഇക്വേഷൻ πr² ആണ് എന്നുള്ളത്. അപ്പൊ πr² ഇക്വേഷൻ ഇവിടെ വരും. അതായത് PI എന്നുള്ളത് ഇവിടെ നമ്മൾ ഓൾറെഡി 3.14 ആണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3.14 ഇൻറ്റു 2 എന്നുള്ള റിസൾട്ട് വരും. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഈ 2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്താണ്. അത് ഈ റേഡിയസിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ അത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് πr² കിട്ടുകയുള്ളൂ. ഇവിടെ r² നമ്മൾ r പകരം ഉപയോഗിക്കുന്നത് റേഡിയസ് ആണ്. അപ്പോൾ r² എന്ന് പറയുമ്പോൾ πr² വാല്യൂ നമുക്ക് ഏരിയ ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏരിയയിൽ നമുക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യും. ദെൻ പെരിമീറ്റർ എങ്ങനെ കാണുക? പെരിമീറ്റർ 2 ഇൻറ്റു ഈ 3.14 ഇൻറ്റു 3.14 എന്ന് പറയുമ്പോൾ പൈയിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഈ 3.14 ഇൻറ്റു റേഡിയസ് നമ്മൾ നേരത്തെ കൊടുത്ത 2 തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു 3.14 ഇൻറ്റു ഈ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പെരിമീറ്ററിന്റെ റിസൾട്ടും കിട്ടും. എന്നിട്ട് ഈ സേവ് ചെയ്ത് വെച്ച ഈ ഏരിയയിൽ നമ്മളെ ഡാറ്റ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പെരിമീറ്റർ എന്ന ഈ വേരിയബിളും റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഷോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? COUT എന്ന മെസ്സേജ് ഉപയോഗിക്കും. COUTൽ ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഏരിയ. അപ്പൊ ഈ ഒരു ഏരിയ ആണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു ഏരിയ എത്രയാണോ കിട്ടിയത് അത് കാണിക്കും. അതേപോലെ രണ്ടാമതൊരു മെസ്സേജ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു, ഇവിടെ പെരിമീറ്ററിൽ എന്താണോ സ്റ്റോർ ചെയ്തത് അത് ഈ പെരിമീറ്റർ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, I എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ 3 വേരിയബിൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാൻ പറയണം. 3 വേരിയബിളിന്റെ വാല്യൂസ് ടൈപ്പ് ചെയ്യാൻ പറയണം. അതായത് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് P ഇൻറ്റു N ഇൻറ്റു R ഡിവൈഡ് ബൈ 100. സോ ആ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഹെഡർ ഫയൽ കൊടുക്കുന്നു, include IOStream. അപ്പൊ ഈ include IOStream ഈ വോയിഡ് മെയിൻ എല്ലാ പ്രോഗ്രാമിനും വേണ്ട ഒരു സംഗതിയാണ്. വോയിഡ് മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റിന് വേണ്ടി കൊടുത്തു. പിന്നെ വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, PNR SI എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ദെൻ എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് Pയിൽ സ്റ്റോർ ചെയ്തു. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് Nൽ സ്റ്റോർ ചെയ്തു. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് Rലും സ്റ്റോർ ചെയ്തു.
അപ്പൊ ഈ പിയിലും എന്നിലും ആറിലും വാല്യൂ ആയി. ദെൻ നമുക്ക് നേരിട്ട് ഇക്വേഷൻ എഴുതാം, SI ഈക്വൽ ടു PNR ഡിവൈഡ് ബൈ 100. അപ്പൊ പിയിലെ വാല്യൂ, എന്നിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഹരിച്ചതിന് ശേഷം അത് SI എന്ന ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യും. ദെൻ നമുക്ക് റിസൾട്ട് എങ്ങനെ കിട്ടുക? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഈ SI ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു എത്രയാണോ റിസൾട്ട് എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. അതായത് PNRനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഒരു പ്രോഗ്രാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാം, ഫൈൻഡ് ദി ആസ്കി കോഡ് ഓഫ് എ ക്യാരക്ടർ. ആസ്കി കോഡ് എന്താണെന്ന് വെച്ചാൽ, ആസ്കി കോഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കീബോർഡിൽ നിന്നും ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു എ എന്നുള്ള ലെറ്റർ അടിക്കുമ്പോൾ പ്രോസസ്സറിന് അത് മനസ്സിലാവല് അതിന്റെ ഒരു കറസ്പോണ്ടിങ് ബൈനറിയാണ്. അതേപോലെ വേറെ എന്തൊരു ക്യാരക്ടർ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്താലും, എന്തൊരു ലെറ്റർ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്താലും അത് പ്രോസസ്സറിന് മനസ്സിലാവണമെങ്കിൽ നമുക്കറിയാം ബൈനറി ലാംഗ്വേജ് വെച്ചിട്ട് 0 ഉം 1 ആക്കിയിട്ടാണ് ബൈനറി ലാംഗ്വേജിൽ CPU അല്ലെങ്കിൽ പ്രോസസ്സറിന് മനസ്സിലാവല്. അപ്പൊ ഇങ്ങനെ പ്രോസസ്സറിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഡെസിമൽ നമ്പറിലേക്ക് ഈ ഓരോ നമ്പറിനെയും കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിനെയാണ് നമ്മൾ ആസ്കി കോഡ് ആക്കി മാറ്റുക. അപ്പൊ ആസ്കി കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പറിനെ കറസ്പോണ്ടിങ് അതിന്റെ ഒരു വാല്യൂയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, ആ വാല്യൂയിലേക്ക് മാറ്റാൻ കാരണം പ്രോസസ്സറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ കറസ്പോണ്ടിങ് നമ്പർ റീഡ് ചെയ്ത് എന്താണോ നമ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ് പ്രോസസ്സർ വർക്ക് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ളതിന്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് 65 ആണ്, 65 ആണ്. ക്യാപിറ്റൽ ലെറ്റർ ബി ആണെന്നുണ്ടെങ്കിൽ 66, 66, സി ആണെങ്കിൽ 67, ഡി ആണെങ്കിൽ 68, ഇ ആണെങ്കിൽ 69, അങ്ങനെ പോകും. അതേപോലെ സ്മോൾ ലെറ്റർ എ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 97 ആണ്, 97. സ്മോൾ ലെറ്റർ ബി ആണെങ്കിൽ 98, സ്മോൾ ലെറ്റർ സി ആണെങ്കിൽ 99, സ്മോൾ ലെറ്റർ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് 100 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യണം, എ എന്ന് അടിച്ചാൽ നമുക്ക് അതിന്റെ റിസൾട്ട് 65 എന്ന് കിട്ടണം. ക്യാപിറ്റൽ ലെറ്റർ എ അടിച്ചാൽ 65 എന്ന് കിട്ടണം. സ്മോൾ ലെറ്റർ എ ആണ് നമ്മൾ ഇൻപുട്ട് ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 97, 97 എന്ന് കിട്ടണം. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം ആഷിംഗ്ലൂടെ IO സ്ട്രീം വോയിഡ് മെയിന് ക്യാരക്ടർ എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ക്യാരക്ടർ എന്നുള്ളത് ഒരു വേരിയബിളിന്റെ പേരാണ്. ക്യാർ എന്നുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചതാണ്. ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ക്യാർ എന്ന് പറയുന്നത്. ഈ ക്യാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്, ഒരു ലെറ്റർ മാത്രമേ റീഡ് ചെയ്യുള്ളൂ. ആ ലെറ്റർ റീഡ് ചെയ്യുന്നതിന് ഒരു സിംഗിൾ കോട്ട്സിലാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ലെറ്റർ, ഒരു എന്ത് ക്യാരക്ടറും, ഒരു ക്യാരക്ടർ ആവില്ല. എന്തെങ്കിലും ഒരു ഡാറ്റ, ഒരു സിംഗിൾ കോട്ട്സിൽ കൊടുക്കുമ്പോഴാണ് ക്യാരക്ടർ ആവില്ല. അപ്പൊ ഇവിടെ ഒരു ഡാറ്റ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് 1 അടിക്കാം, 2 അടിക്കാം, ആഷ് അടിക്കാം, അറ്റടിക്കാം, ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കാം, ലെറ്റേഴ്സ് അടിക്കാം, എന്തും അടിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആസ്കി വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ആദ്യം ഒരു ക്യാരക്ടർ ഡിനോട്ട് ചെയ്തു, അതിന്റെ പേര് ക്യാർ ആണ്, ഡാറ്റ ടൈപ്പിന്റെ പേര് ക്യാരക്ടർ എന്നുള്ളത് അതിന്റെ വേരിയബിളിന്റെ പേര്. ദെൻ ഇന്റിജറിൽ ഒരു ASC എന്ന വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എൻ്റർ ദി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഒരു ക്യാരക്ടർ അടിക്കും. ഒരു ഉദാഹരണത്തിന് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ളത് ക്യാരക്ടറിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ ക്യാരക്ടറിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ളത് സ്റ്റോർ ചെയ്യും. ദെൻ ഈ ക്യാപിറ്റൽ ലെറ്റർ എ സ്റ്റോർ ചെയ്തതിന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂയിലേക്ക് ഇത് മാറും. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ASC എന്നുള്ളത് ഇന്റിജറിലും ഈ ക്യാരക്ടർ എന്നുള്ളത് ക്യാരക്ടർ ഫോർമാറ്റിലുമാണ്. ഓക്കെ, ഈ വേരിയബിൾ ക്യാരക്ടർ എന്നുള്ള ഈ വേരിയബിൾ ഉപയോഗിക്കുന്നത് ക്യാറിലും ASC എന്നുള്ള ഈ വാല്യൂ ഉപയോഗിക്കുന്നത് ഇന്റിജറിലുമാണ്. അപ്പൊ ഈ ക്യാരക്ടർ എന്നുള്ള ഈ ക്യാർ വാല്യൂ ഇന്റിജർക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് കൺവേർട്ട് ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്ലിസിറ്റ് കൺവേർഷൻ, അങ്ങനെ ഇവിടെ കൺവേർട്ട് ആവും. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് ഇവിടെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 65 എന്നുള്ളത് ഈ ASCയിൽ സ്റ്റോർ ചെയ്യും. സ്മോൾ ലെറ്റർ എ ആണ് ഈ ക്യാരക്ടർ വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള 97 എന്നുള്ളത് ASCയിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ആസ്കി ഓഫ് എ, ഇവിടെ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടിക്കുന്ന ലെറ്റർ ഏതാണോ അതാണ് ഇവിടെ വരിക. അപ്പൊ ആസ്കി ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു എന്ത് വരും? 97 എന്ന് കാണിക്കും. ഇനി സ്മോൾ ലെറ്റർ എ ആണ് അടിക്കുന്നുണ്ടെങ്കിൽ ആസ്കി ഓഫ് സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 97 എന്ന് കാണിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ആസ്കി ഓഫ് ക്യാരക്ടർ ആസ്കി ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു 65 എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇംപ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ആയി വരുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക, ആസ്കി കോഡ് എന്താന്നുള്ളതും അതിന്റെ കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതും. ഓക്കെ, ദെൻ
നെക്സ്റ്റ് പ്രോഗ്രാം ടു കൺവേർട്ട് ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. ടെമ്പറേച്ചറിന് ഫാരൻഹീറ്റിക്ക് മാറ്റാനാണ്, ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഫാരൻഹീറ്റിക്ക് മാറ്റാനാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടളക്കാനുള്ള ഒരു തോതാണ്. അപ്പൊ അതിന്ന് സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിക്ക് എങ്ങനെ മാറ്റാന്നുള്ളതാണ്. ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആ ഒരു യൂണിറ്റിൽ നിന്ന് ഫാരൻഹീറ്റ് എന്ന യൂണിറ്റിക്കും എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡിഗ്രി സെൽഷ്യസ് കിട്ടിയാൽ ഫാരൻഹീറ്റിക്ക് മാറ്റാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിനുള്ള ഇക്വേഷൻ ആണ് 1.8 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. 1.8 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ് എന്ത് ഫാരൻഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം വെച്ചു, വോയിഡ് മെയിൻ വെച്ചു. വോയിഡ് മെയിൻ നമ്മൾ പറഞ്ഞ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് അറിയാനാണ്, അത് കൊടുത്തു. ഈ ഹെഡർ ഫയൽ കൊടുത്തു. ദെൻ ഫ്ലോട്ട് C,F 2 വേരിയബിൾ എടുത്തു. ഒന്നിന്റെ പേര് C, ഒന്ന് F. ഫാരൻഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ Fഉം സെൽഷ്യസിനെ റെപ്രസെന്റ് ചെയ്യാൻ Cയും. ദെൻ എൻ്റർ ദി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന മെസ്സേജ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ 10 ആണെങ്കിൽ 10 അല്ലെങ്കിൽ 20 ആണെങ്കിൽ 20 ഒരു ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാല്യൂ അടിക്കും. അത് ഈ C എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യും. C എന്നുള്ളത് ഫ്ലോട്ടാണ്, നമുക്ക് എന്ത് വാല്യൂ കൊടുക്കുക അത് എവിടെ സ്റ്റോർ ചെയ്യും, Cയിൽ സ്റ്റോർ ചെയ്യും. ദെൻ എന്ത് സംഭവിക്കും, അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫാരൻഹീറ്റിനെ മാറ്റാനുള്ള ഇക്വേഷൻ 1.8 ഇൻറ്റു C പ്ലസ് 32. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ Cന്റെ വാല്യൂ എൻ്റർ ദി ടെമ്പറേച്ചർ എന്നുള്ളത് ഞാൻ 10 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, 1.8 ഇൻറ്റു 10 പ്ലസ് 32 എന്ന് വരും. അതായത് 1.8 ഇൻറ്റു 10 വരുമ്പോൾ 18 പ്ലസ് 32 എന്നുള്ള ആ റിസൾട്ട് Fൽ സ്റ്റോർ ചെയ്യും. ദെൻ മെസ്സേജ് ആയി എന്ത് കാണിക്കും, ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു Fൽ എന്താണോ കിട്ടിയ വാല്യൂ അത് ഇവിടെ വരും. ഓക്കെ, Fൽ എന്താണോ വാല്യൂ അത് ഇവിടെ വരും. എന്നിട്ട് ഫാരൻഹീറ്റ് എന്ന മെസ്സേജ് കാണിക്കും. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റേ കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ കാസ്കാഡിംഗ് ഓപ്പറേറ്റർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മെസ്സേജുകൾ മൾട്ടിപ്പിൾ മെസ്സേജ് ഒന്നിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെസ് ദാൻ ഇവിടെ 3-4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ Fലായിരിക്കും നമ്മൾ റിസൾട്ട് ഉള്ളത്. ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാനാണ് ഇവിടെ ഈ F. ഓക്കെ, ദെൻ ബാക്കിയൊക്കെ മെസ്സേജുകളാണ്. ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഇവിടെ എന്താണ് റിസൾട്ട് അത് പ്രിന്റ് വരും. ഈ അത്രയും ഫാരൻഹീറ്റ് എന്ന് കാണിക്കും. ഓക്കെ, ഇതാണ് കൺവേർട്ട് ചെയ്യാനുള്ളത് ഏതിന്ന് സെൽഷ്യസ് എന്ന് ഫാരൻഹീറ്റിങ്. അപ്പോൾ ഈ ഒരു 4 പ്രോഗ്രാം കറക്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പെരിമീറ്റർ ഓഫ് എ സർക്കിളും അതേപോലെ ഏരിയ ഓഫ് എ സർക്കിളും കാണാനാണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം πr². പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr. അപ്പോൾ ആ ഒരു 2 ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ 4 പ്രോഗ്രാമുകളും ചെയ്തിട്ടുള്ളത് ഇക്വേഷനുകൾ വെച്ചിട്ടാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം PNR ഡിവൈഡ് ബൈ 100 ആണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന് ഡിനോട്ട് ചെയ്തിട്ടുള്ള SI എന്ന പേര് വെച്ചിട്ടാണ്. PNR ഡിവൈഡ് ബൈ 100 വെച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. ദെൻ മൂന്നാമത് പറഞ്ഞത് ആസ്കി കോഡ് കാണാനാണ്. എന്താണ് ആസ്കി കോഡ് എന്നുള്ളത് പറഞ്ഞു. കീബോർഡും റെപ്രസെന്റ് ചെയ്യുന്ന കീകള് പ്രൊസസർ മനസ്സിലാക്കുന്ന രീതിക്കാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. പല രീതിയിൽ റീഡ് ചെയ്യും. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ആസ്കി കോഡുകളുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ A ആണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ആസ്കി എന്ന് പറയുന്നത് 65 ആണ്, 65 ആണ്. സ്മോൾ ലെറ്റർ A ആണ് എന്നുണ്ടെങ്കിൽ 95 ആണ്, 97 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ ലെറ്ററിനും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. സ്മോൾ ലെറ്റർ B ആണെങ്കിൽ 98, C ആണെങ്കിൽ 99, D ആണെങ്കിൽ 100, അങ്ങനെ പോകും. അതേപോലെ 65 മുതൽ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വരും. D ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ D ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ Aക്ക് 65, Bക്ക് 66, Cക്ക് 67, Dക്ക് 68, ആ ഓർഡറിൽ ഇങ്ങനെ പോകും. അപ്പോൾ അതൊരു ആസ്കി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ കോഡിംഗ് കൺവേർഷൻ നടക്കുന്നത്. ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുന്ന ആ ക്യാരക്ടറിനെ കറസ്പോണ്ടിങ് ഇൻഡിജറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ASC ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന ക്യാരക്ടറിനെ ഇൻഡിജർക്ക് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഇംപ്ലിസിറ്റ് ആയി കൺവേർട്ട് ആവും. ഓക്കെ, ദെൻ നാലാമത്തെ പ്രോഗ്രാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടെമ്പറേച്ചറിനെ മാറ്റാനുള്ളതാണ്. അതായത് മാറ്റാൻ വേണ്ടി സെൽഷ്യസ് നിന്ന് ഫാരൻഹീറ്റിക്ക് മാറ്റാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇക്വേഷൻ 1.8 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.